ഹായ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഇന്ന് എനിക്കൊരു മദർ ഇൻ ലോയിൽ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുപോകുന്നത്. ഒരു എക്സൈറ്റഡ് മദർ ഇൻ ലോ ആണ് അല്ലേ? ഡോക്ടറിന്റെ പേര്? എൻ്റെ പേര് ഡോക്ടർ രതി മഹേഷ്. രതി മഹേഷ് തിരുവനന്തപുരത്ത് തന്നെയാണ് സ്വദേശം അല്ലേ? എത്ര മക്കള്? 2 ആൺകുട്ടികള്. മൂത്താള് ഡെന്റിസ്റ്റ് ആണ്. പുള്ളിയുടെയാണ് കല്യാണം? ശരി, അതാണ് അമ്മായിയമ്മ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഡോക്ടറാണ് എന്നെ ഈ ഒരു വെഡിങ്ങിന് വേണ്ടി ബുക്ക് ചെയ്തതും ഒക്കെ. പക്ഷെ ഡോക്ടറിനെ മാത്രം ആൾക്കാർ വിചാരിക്കും ഡോക്ടറിനാണോ മദർ അല്ലല്ല. ഇന്നും പുള്ളിയുടെ ഹീറോയിൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹീറോയിനെയൊക്കെ പരിചയപ്പെടാം. നിങ്ങൾ എത്ര പേരുണ്ട്? എനിക്കൊരു ബ്രദർ ഉണ്ട്. ചേച്ചിക്ക് ഒരു മോനാണോ? ഇത് മൂത്തതാ. ഇനി ആൺകുട്ടിയോ പെൺകുട്ടിയോ? എന്ത് ചെയ്യുന്നു? മൂത്താള് ഡെന്റല്, ഇളയാള് BD/LLB ഇപ്പൊ കഴിഞ്ഞിട്ട് ഹസ്ബൻഡും ഡോക്ടറല്ലേ? ഞങ്ങൾ 2 പേരും നിംസിലാണ്. ചേച്ചി എത്ര വർഷം അവിടെ? ഓ, വലിയ ആശുപത്രി അല്ലേ? കോളേജാണ് കുട്ടികളുടെ മറ്റേ പഠിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഹോസ്പിറ്റലും ഉണ്ട്. ഇത് ഏത് അമ്പലത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ? അപ്പൊ നടന്നു പോയാൽ മതി. ഫംഗ്ഷൻ നടക്കുന്ന എവിടെ വെച്ച്? എവിടെയാണ്? നിങ്ങളുടെ വീട് എവിടെ ആയിട്ട് വരാം? ഞങ്ങളുടെ വീട് ആക്ച്വലി നാഗർകോവിലാണ്. ഓ, ഇവിടെ പെരുക്കടയിലുണ്ട്, ഉള്ളൂരിലുണ്ട്. ഞാനിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ എന്ത് ചെയ്യുന്നൊക്കെ. അപ്പോൾ ഡോക്ടർ ഉറക്കാന്നേ ഉള്ളൂ പറഞ്ഞു. എന്താ പേര് പറഞ്ഞ? ശ്രീപ്രിയ. താങ്ക് യു ചേച്ചി. ഞാൻ തക്കലയിലും നാഗർകോവിലും ഒക്കെ കുറേ കല്യാണം ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്വദേശം വരക്കില്ല, പക്ഷെ സെറ്റിൽ ചെയ്തിരിക്കുന്ന എറണാകുളം. ഭയങ്കര സുന്ദരിയാണ് ഇപ്പോഴും. നല്ല മുടി, സുന്ദരി ഇൻ സെൻസ് അവർ ഷീ ലുക്സ് യങ് അല്ലേ? അന്ന് സത്യം പറഞ്ഞാൽ അന്ന് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ 1995. അപ്പൊ അന്ന് നമ്മൾ മേക്കപ്പ് അന്ന് അതേപോലെ ലുക്ക് ഇപ്പോഴും. ഞാൻ 10 വർഷമായുള്ളൂ ഇൻഡസ്ട്രിയിൽ വന്നത്. അപ്പം അന്നൊക്കെ നമ്മൾ വരുമ്പോൾ ഓരോ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുടെ പേര് പറയും. ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പേരുണ്ട്. എറണാകുളത്ത് ഒരു കുഞ്ചനില്ലേ, നമ്മുടെ ആക്ടർ കുഞ്ചൻ, കുഞ്ചൻ്റെ വൈഫ്. കൊല്ലത്തൊരു ജാജി ചേച്ചി എന്നും പറഞ്ഞിട്ട് അത്. പിന്നെ ആലപ്പുഴ, പത്തനംതിട്ട, അങ്ങനെ കോട്ടയത്തും. പിന്നെ പക്ഷെ ഞാനിത് എല്ലായിടത്തും പോകും. ഇവിടെ പഠിച്ചതൊക്കെ കണ്ണൂർ. ഞാൻ എപ്പോഴും ഇങ്ങനെ അങ്ങനെ കോരുന്ന ആളാണ്. ചേച്ചിക്ക് മുടിയുണ്ട് അല്ലേ? നമ്മൾ സാധാരണ എക്സ്റ്റൻഷൻ വെട്ടത്തില്ലേ? ആദ്യം ഫസ്റ്റ് 2012 അപ്പൊ പറയാം, അയ്യോ അത് കഴിഞ്ഞ് പിന്നെ എന്നെ കണ്ടപ്പോ ഞാൻ അയ്യോ ഞങ്ങൾ അന്ന് പറയുമായിരുന്നു നീളം ഓടിയുള്ള മാഡമായിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് വെട്ടത്തില്ല. അപ്പൊ അമ്മായിമ്മേനെ ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടാ. കണ്ണ് വരയ്ക്കുന്നതായിട്ടുള്ള മേക്കപ്പിന് വരുമ്പം എന്തെങ്കിലും ഒരു പാടുണ്ടാവും. അപ്പം എനിക്ക് മനസ്സിലാവും ചേച്ചിയുടെ ഒന്നുമില്ല, ക്ലീൻ ആയിട്ടിരിക്കും. അപ്പം ഞാൻ ചോദിക്കാൻ കാര്യം. പഴയ മനോരമ മംഗളത്തിലൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. അതാരാ വന്നതൊക്കെ? അത് എൻ്റെ ചേട്ടൻ്റെ വൈഫും അമ്മയും.
അത് മനസ്സിലായി, അഡ്വക്കേറ്റ്. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമായി കേട്ടാ, നിന്റെ ടെൻഷൻ മാറ്റിക്കോ. അത് പറഞ്ഞ് ഞാൻ നിങ്ങൾ പോയപ്പോ ആരാന്നൊക്കെ ചോദിച്ചേ. എന്റെ ഫ്രണ്ടിന്റെ മോളാണ്. അവരൊക്കെ സുഖമായിരിക്കുന്നു. തീർച്ചയായിട്ടും. ശ്രീദേവി, ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ, ചേച്ചിയുടെ മോളുടെയും വികാസായിരുന്നു എന്ന് പറഞ്ഞേ. വിശേഷം എന്താണ്? കുട്ടിക്കായി. പെൺകുട്ടി. ഞങ്ങളെല്ലാം ഞാൻ സാറും ഫാമിലിയാണ്. ഞങ്ങൾ എല്ലാ വർഷവും ടൂറൊക്കെ പോകുന്നത്. സാറുമിരിക്കുമ്പോ ഇപ്പൊ ഞാൻ കോയമ്പത്തൂരിലെ ബിസിനസ്സാണ്. മറ്റേ ലൂക്കറിന്റെ അതെ ജ്യോതിഷിന്റെ അതെ. ആക്ച്വലി അവള് എന്റെ വൈഫ് ഒരു ദിവസം പ്രസവിച്ച. അതെ ശ്രീദേവിയും അതെ ആശുപത്രിയില് അടുത്തടുത്തായിരുന്നു. ഇത് ഒരു ദിവസം വയ്ക്കാം. ഇത് അമ്മുവിന്റെ ഭർത്താവാണ്. അറിയാം. ചേച്ചിയുടെ മോളും വികാസിന്റെ വൈഫും പ്രസവിച്ച ഒരു ദിവസത്തിന്റെ വ്യത്യാസം. ഇപ്പൊ ഭാര്യയും ഭർത്താവാണ്. അതന്നെ താലികെട്ട് കഴിഞ്ഞില്ലേ, അതാണ് ഇങ്ങനെ ഭർത്താവ് നിൽക്കുന്നത് ഭാര്യയുടെ മേക്കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യും. Totally different, right? That's because. ഞാൻ പിന്നെ അവളുടെ ഇഷ്ടം എനിക്ക് അവളെ മനസ്സിലായി. Basically we don't go for much makeup. We are all like that, you know. We are basically only for occasions. അത് മോള് ഇങ്ങനെ ചെയ്യാനുള്ള മോൾക്ക് പേടിയായിരുന്നു, ഇങ്ങനെ ഓവർ മേക്കപ്പ് ആയി കുളമാവും എന്നൊക്കെ. അതുകൊണ്ട് പക്ഷേ ബട്ട് ദിസ് സൂട്ട്സ് ഹർ വെരി വെൽ, യു നോ. അവൾക്ക് ആദ്യം ഫസ്റ്റ് ലുക്കിന് ഭയങ്കര ടെൻഷൻ, ഇപ്പൊ അവൾക്കൊരു ടെൻഷനില്ല. മേക്കപ്പ് അടിപൊളി മേക്കപ്പ്. ഞാൻ സത്യം പറഞ്ഞാൽ വികാസിനെ ഞാൻ യൂട്യൂബ് വഴി എത്ര ഫോളോ ചെയ്ത് കുറേ. അപ്പം എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ എനിക്ക് എന്നാലും ആ ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ട്, അതുകൊണ്ട് ഞാൻ ഇവർ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരുമകളെ വികാസ് തന്നെ ഒരുക്കണം, അതിനൊപ്പം എനിക്ക് ഒരുങ്ങണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് പക്ഷേ ദൈവം സാധിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ അയ്യോ ഇതൊരു സ്വപ്നമാണോ സത്യത്തിൽ, ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. ചോദിച്ച ഉടനെ തന്നെ ദൈവമായിട്ട് എനിക്ക് പറഞ്ഞ ഉടനെ തന്നെ വികാസിന് എല്ലാവരും പറയും ഒരു 5 വർഷം മുമ്പ് ബുക്ക് ചെയ്തതാണ് അങ്ങനെയൊക്കെ ഇത് പറയും. പക്ഷേ എനിക്ക് പറഞ്ഞ ആ ഒരു നിമിഷം കൊണ്ട് ഒരു പറഞ്ഞു ഉടനെ തന്നെ നോക്കി ഡയറിയിൽ ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അന്ന് ഫ്രീ ആയിരുന്നു, June 14th എന്ന് പറഞ്ഞ്. അതെല്ലാം സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം പോലെ നടന്നു. വികാസിന് വളരെ താങ്ക്സ്. ഈ ടീം മെമ്പേഴ്സ് ഇവരും വളരെ നല്ല സ്നേഹത്തോടു കൂടിയാണ് എല്ലാം ചെയ്തു തരുന്നത്. നമ്മുടെ ഒരു ഓൺ ഫാമിലി പോലെ എനിക്ക് ഫീൽ ചെയ്തു. വളരെ താങ്ക്സ് വികാസ്, നിങ്ങൾക്ക് എല്ലാവർക്കും.